നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനും പുറത്തേക്കോ? അൻസു ഫാറ്റി FC ബാഴ്സലോണയിൽ നിന്ന് മൊണോക്കോയിലേക്ക് ജോയിൻ ചെയ്തു. മൊണോക്കോക്ക് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനിൽ താല്പര്യമുണ്ട്. അവർ താരത്തെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത് goal.com ആണ്. അവർ ലേക്യുപ്പിനെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് മാധ്യമങ്ങളിൽ വളരെ വിശ്വാസയോഗ്യമായ ലേക്യുപ്പിനെ അവർ ഉദ്ധരിക്കുന്നു. എന്ന് മാത്രമല്ല, ബാഴ്സലോണയുടെ കാര്യം പറയുമ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ, കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടീവോയെ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത്. ടെർ സ്റ്റെഗൻ ഈസ് റിപ്പോർട്ടഡ്ലി ഇൻ ടോക്ക് വിത്ത് മൊണോക്കോ ഓവർ എ പൊട്ടൻഷ്യൽ സമ്മർ ട്രാൻസ്ഫർ എന്നാണ് റിപ്പോർട്ട്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ മൊണോക്കോ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. പോഗ്ബയെ എത്തിക്കുന്നു, പിന്നാലെ അൻസു ഫാറ്റിയെ എത്തിക്കുന്നു, മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ ലീഗ് 1 ടൈറ്റിലിന് വേണ്ടി PSG ഒരു കടുത്ത കോമ്പറ്റീഷൻ കൊടുക്കാനാണ് മൊണോക്കോ ഇത്തവണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാഴ്സയുടെ ഭാഗത്താണെങ്കിൽ ഓൾറെഡി അവർ ഗോൾ കീപ്പർ ജോയൻ ഗാർഷ്യയെ എസ്പാനിയോളിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞു. 25 മില്യൺ യൂറോക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്ന് പറയുമ്പോൾ ജോയൻ ഗാർഷ്യ ബാഴ്സയുടെ ന്യൂ നമ്പർ 1 ആവാനാണ് സാധ്യത. ബാക്കപ്പായിട്ട് വോയ്ചെക് ഷെസ്നിയും ഉണ്ടാകും. അങ്ങനെ വന്നാൽ ജർമ്മൻ ഗോൾ കീപ്പറെ ഓഫ് ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ബാഴ്സലോണ ആലോചിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൈ വേജസ് പോയി കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ അത് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും. നിലവിൽ മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗന് ബാഴ്സ വിട്ടുപോകുന്നതിനോട് പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമല്ല എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. പക്ഷേ ക്ലബ്ബ് നിരന്തരം പുഷ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സാധ്യത മാറാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം ഒന്നും ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്നല്ല, ആർക്കും പ്ലേയിങ് ടൈം ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. അത് കോച്ചാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഡെക്കോ പറഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെയെങ്കിൽ ടെർ സ്റ്റെഗൻ പുറത്തേക്ക് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്ലേയിങ് ടൈം ഒന്നും ലഭിക്കാതെ ടെർ സ്റ്റെഗൻ അവിടെ നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത വേൾഡ് കപ്പാണെന്നും പൂർണ്ണ സജ്ജനായിട്ട് ജർമ്മനിയുടെ നമ്പർ 1 ആയിട്ട് അടുത്ത വേൾഡ് കപ്പിൽ ഇറങ്ങണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നും നേരത്തെ തന്നെ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് പ്ലേയിങ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് കപ്പിന് ഇനി ഒരേ ഒരു വർഷമേ ബാക്കിയുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും മൊണോക്കോ ശ്രമിക്കുന്നു, ടെർ സ്റ്റെഗനുമായിട്ട് ചർച്ച നടത്തുന്നു എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങളും അതുപോലെ തന്നെ കാറ്റലൻ മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നു. ടെർ സ്റ്റെഗനും പുറത്തേക്ക് എന്നതാണ് ലഭ്യമാവുന്ന സൂചനകളൊക്കെയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.